കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എവിടെയാണോ നമുക്ക് നഷ്ടപ്പെട്ടത് ആ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് റീഡിസ്കവർ ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം ഉദാഹരണത്തിന് ഇപ്പോഴും നമ്മൾ സ്പൈസസിൽ അത്ര പുറകിലല്ലല്ലോ. അല്ല അപ്പോൾ സ്പൈസസിൽ നമ്മൾ സ്പൈസ് പ്രോസസ്സിങ്ങിന്റെ ലീഡേഴ്സാണ്. നമ്മളിപ്പോഴും ലീഡേഴ്സാണ്. പ്രത്യേകിച്ച് വലിയ റെസിൻ ആ നിലയിൽ ഫ്ലേവേഴ്സിന്റെ നിലയിലേക്ക് അതിന്റെ ഏറ്റവും വലിയ വാല്യൂ അഡീഷന്റെ നിലയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റേഷൻ ക്രോപ്പുകൾ അതിൻ്റെ റിവൈവൽ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവം പ്രൊഡക്ഷൻ, ആ അർത്ഥത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ. മറ്റൊന്ന് അതായത് കൺസംഷൻ ബേസ്ഡ് പ്രൊഡക്ഷൻ. വേറൊന്ന് എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ്, അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ ടൂൾസ് മേക്കിംഗ്, അങ്ങനെയുള്ള കുറേ സാധ്യതകൾ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ അതൊക്കെ കൂടെ എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെ സംജാതമായാലേ ഇത് സാധ്യമാവും. അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ RBIയുടെ തന്നെ റിപ്പോർട്ടിൽ നമ്മൾ പറയുന്നുണ്ട് കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഒരു 3 ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷം. അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ കോർപ്പറേറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടും അത് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ എവിടെയാ പ്രശ്നം ഉണ്ടാവരുത്. കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാഗ്നന്റ് ആണ്. ഏതാണ്ട് 2012 മുതൽ ഉള്ള കണക്കെടുത്ത് കഴിഞ്ഞു. അതെ. അപ്പോൾ ഒരു ഭാഗത്ത് ലാഭം ഉണ്ടാക്കുന്നു, പക്ഷെ റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് പോയത് വേസ്റ്റായി പോകും. വേസ്റ്റ് ആവുന്നല്ല, അണ്ടർ യൂട്ടിലൈസ്ഡ് ആവും. അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗ്രോത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും.